MS Word Home Toolbar Simple Explanation with Example. ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡിലെ ഹോം ടൂൾബാർ വളരെ ഈസിയായി എക്സാമ്പിൾ സഹിതം പഠിക്കാം. ബിഗിനേഴ്സിന് പെർഫെക്റ്റ് ആയ വീഡിയോ ആണ്. ഹോം ടാബ് എന്താണ്? MS Word ഓപ്പൺ ചെയ്താൽ ഡീഫോൾട്ട് ആയി കാണുന്നത് ഹോം ടാബ് ആണ്. MS Word എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഒന്നുകിൽ ഡെസ്ക്ടോപ്പിൽ MS Word ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കണിൽ MS Word ഐക്കൺ ഓപ്പൺ ചെയ്യാം. MS ഓഫീസിൽ MS Word മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ഓപ്പൺ ചെയ്യാം. അതുമല്ലെങ്കിൽ സെർച്ചിൽ MS Word എന്ന് ടൈപ്പ് ചെയ്യുക. MS Word ആപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഹോം ടൂൾബാർ എന്താണെന്ന് നോക്കാം. ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന ടൂൾബാറാണ് ഹോം ടൂൾബാർ. ടെക്സ്റ്റ് എഴുതാനും എഡിറ്റ് ചെയ്യാനും ബ്യൂട്ടിഫുൾ ആക്കാനും ഉപയോഗിക്കുന്ന ടൂൾ എല്ലാം ഹോം ടാബിൽ ആണ് ഉള്ളത്. ഫസ്റ്റ് തന്നെ ക്ലിപ്ബോർഡ് സെക്ഷൻ നോക്കാം. ആദ്യമായി കാണുന്നത് ക്ലിപ്ബോർഡ് സെക്ഷനാണ്. ഈ കാണുന്നതാണ് ക്ലിപ്ബോർഡ് സെക്ഷൻ. ക്ലിപ്ബോർഡ് സെക്ഷനിലുള്ള ഓപ്ഷൻസ് പേസ്റ്റ്, കട്ട്, കോപ്പി, ഫോർമാറ്റ് പെയിൻറ്റർ, ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. എക്സാമ്പിൾ: കേരള ജോബ്സ് എന്ന ടെക്സ്റ്റ് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യാം. ആദ്യമായി നമ്മൾ കോപ്പി ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ കേരള ജോബ്സ് എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം കോപ്പി ക്ലിക്ക് ചെയ്യുക. കോപ്പിക്ക് പകരം Ctrl+C അല്ലെങ്കിൽ കോപ്പി ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പിന്നീട് എവിടെയാണോ അത് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കഴ്സർ വയ്ക്കുക. അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക. Ctrl+V പ്രസ് ചെയ്താലും മതി. നമ്മൾ കൊടുത്ത കേരള ജോബ്സ് എന്ന ടെക്സ്റ്റ് താഴെ പേസ്റ്റായി കാണാം. ഇതിൻ്റെ ഉപയോഗം: നോട്ട്സ് തയ്യാറാക്കുമ്പോൾ സെയിം കണ്ടന്റ് പല സ്ഥലത്തും ഉപയോഗിക്കേണ്ട ആവശ്യം വരാം. അങ്ങനെ വരുമ്പോൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കട്ട് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്ന ടെക്സ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. ആ ടെക്സ്റ്റ് അവിടെ നിന്ന് പോകുന്നതാണ്. വീണ്ടും ആ ടെക്സ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ പേസ്റ്റ് കൊടുക്കാം. കട്ട് ആൻഡ് പേസ്റ്റ് ആദ്യം സെലക്ട് ചെയ്യണം, പിന്നെ കട്ട് ചെയ്യുക, പിന്നീട് എവിടെയാണോ വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. ഫോർമാറ്റ് പെയിൻറ്റർ അടുത്ത ക്ലിപ്ബോർഡിലെ ഓപ്ഷനാണ്. ഫോർമാറ്റ് പെയിൻറ്റർ ഹെഡിങ് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമാറ്റ് പെയിൻറ്റർ ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്യാനായി നമുക്കൊരു ഹെഡിങ്, ഫോണ്ട് സൈസ് ഇപ്പോൾ ഒരു 18 ഞാൻ കൊടുത്തിരിക്കുകയാണ്. കളറ്, ഫോണ്ട് കളറ് ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഫോർമാറ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഏതിനാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഹെഡിങ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഹെഡിങ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഹെഡിങ് സെലക്ട് ചെയ്യുക. അപ്പോൾ സെയിം ഫോർമാറ്റ് അപ്ലൈ ആവുന്നതാണ്. ഇനി അടുത്ത ഹെഡിങ് ടെക്സ്റ്റ് ഡിസൈൻ മാറ്റാനായിട്ട് ഓപ്ഷൻസ് ഫോണ്ട് സെക്ഷനിലാണ് ടെക്സ്റ്റിൻ്റെ ഡിസൈൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിപ്ബോർഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോണ്ടാണ്. ഓപ്ഷൻസ് ഫോണ്ട് സ്റ്റൈല്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈംസ് ന്യൂ റോമൻ എന്ന് കാണാം, അതാണ് ഫോണ്ട് സ്റ്റൈല്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫോണ്ടിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഐക്കണിൽ നമ്മൾ നെക്സ്റ്റ് ഐക്കൺ ഫോണ്ട് സൈസാണ്. ഒരു 12 എന്ന് കാണാം. അവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഫോണ്ട് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്.
ഒരു വലിയ എ കാണാം, ഇൻക്രീസ് ഫോണ്ട് സൈസ് ആണ്. 2 പോയിന്റ് വെച്ച് ഫോണ്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ അവിടെ ഒരു ചെറിയ എ കാണാം, അത് ഡിക്രീസ് ഫോണ്ട് സൈസ് ആണ്. 2 പോയിന്റ് വെച്ച് ഡിക്രീസ് ചെയ്യും ഫോണ്ട്. ഇനി നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഫോണ്ട് സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് ഏത് ഫോണ്ടാണോ വേണ്ടത്, ഇപ്പോൾ ഏരിയൽ ബ്ലാക്ക്, ഏരിയൽ നോവാകോൺ, ടൈംസ് ന്യൂ റോമൻ, ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക, ഫോണ്ട് സൈസ് മാറ്റുക. സാധാരണയായി ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ഫോണ്ടാണ് നമ്മൾ പ്രൊജക്റ്റ് അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യുക. ഫോണ്ട് സൈസ് നോർമൽ ഫോണ്ടിന് 12 അല്ലെങ്കിൽ 10 ഉപയോഗിക്കാം. ഹെഡിങ്ങിന് 14 അല്ലെങ്കിൽ 16 ഫോണ്ട് സൈസ് യൂസ് ചെയ്യാം. ഇനി ബോൾഡ് ആക്കണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ബിയിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ബിയിൽ ക്ലിക്ക് ചെയ്യുക. അത് ബോൾഡായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ഇറ്റാലിക് ആണെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഐയിൽ ക്ലിക്ക് ചെയ്യുക. ഇറ്റാലിക്കായിട്ട് വേർഡ് ഡിസ്പ്ലേ ചെയ്യും. അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് സെലക്ട് ചെയ്ത് യുവിൽ ക്ലിക്ക് ചെയ്യുക. അണ്ടർലൈൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് താഴെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. അവിടെ നിന്ന് നമുക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. കളർ വേണമെങ്കിൽ അണ്ടർലൈൻ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എക്സാമ്പിൾ, ഇമ്പോർട്ടൻ്റ് എന്ന വേർഡ് ബോൾഡ് ആക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് സെലക്ട് ചെയ്യുക. ബിയിൽ ക്ലിക്ക് ചെയ്യുക. നോട്ട് റെഡ് കളർ ആക്കണമെങ്കിൽ നോട്ട് എന്ന വേർഡ് സെലക്ട് ചെയ്യുക. കളർ ഈ കാണുന്ന എ എന്ന് കാണുന്ന അതാണ് കളറ്. എയുടെ അടിയിൽ ഒരു ബ്ലൂ കളറായിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യുക. ഇനി ടെക്സ്റ്റ് ഡിസൈൻ്റെ കളറ് അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഫോണ്ട് ടൂൾ ബോക്സിൻ്റെ യൂസ് എക്സാം നോട്ട്സ് ഹൈലൈറ്റ് ചെയ്യാം. റെസ്യൂമെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് റിപ്പോർട്ട്സ് ക്ലിയർ ആക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഹൈലൈറ്റ് ഓൺ ആക്കാനായിട്ട് നമ്മൾ വേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഹൈലൈറ്റ് കളറ് കൊടുക്കുക. ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇനി പാരഗ്രാഫ് സെക്ഷൻ നോക്കാം. അതിൽ മുൻപ് ഇവിടെ ഒരു ക്യാപിറ്റൽ നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ സ്മോൾ ലെറ്ററിലാണ്. നമുക്കത് ക്യാപിറ്റൽ ആണെങ്കിൽ ചേഞ്ച് കേസ് ഓപ്ഷൻ എടുക്കാം. ഒരു ക്യാപിറ്റൽ എയും സ്മോൾ എയും കാണുന്നുണ്ട്. അവിടെ നിന്ന് അപ്പർ കേസ് സെലക്ട് ചെയ്താൽ ഫുൾ ക്യാപിറ്റൽ ലെറ്ററായിട്ട് മാറും. ലോവർ കേസ് ആണെങ്കിൽ ഫുൾ സ്മോൾ ലെറ്ററായിട്ട് മാറും. സെൻറ്റൻസ് കേസ് കൊടുത്താൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് മാറും. ഇനി അടുത്തത് പാരഗ്രാഫ് സെക്ഷനാണ്. പാരഗ്രാഫ് സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ആൻഡ് അറേഞ്ച്മെൻ്റ് ആണ്. ടെക്സ്റ്റ് അലൈൻമെൻറ്റ് 4 ഓപ്ഷനാണ് വരുന്നത്. ലെഫ്റ്റ് അലൈൻ, സെൻറ്റർ അലൈൻ, റൈറ്റ് അലൈൻ ആൻഡ് ജസ്റ്റിഫൈ. പിന്നീട് വരുന്നത് ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് ആണ്. ബുള്ളറ്റ് സെക്ഷൻ, നമ്പറിംഗ് സെക്ഷൻ. പിന്നീട് വരുന്നത് ലൈൻ സ്പേസിംഗ് ഓപ്ഷനാണ്. ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ. ലെഫ്റ്റ് അലൈൻമെൻറ്റ് ഡീഫോൾട്ട് ആയിട്ടുള്ള അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ്. സെൻറ്റർ അലൈൻമെൻറ്റ് ചെയ്യണമെങ്കിൽ സെൻറ്റർ കൊടുത്താൽ അലൈൻമെൻറ്റ് സെൻറ്ററായിട്ട് പോകും. സ്പേസ് ഇട്ട് നീക്കി വെക്കരുത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ നിർത്തിയിട്ട് സ്പേസ് ഇട്ട് നീക്കി വെക്കും. അതൊരിക്കലും ചെയ്യരുത്. അലൈൻമെൻറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുക. ഇനി റൈറ്റ് അലൈൻമെൻറ്റ് ആണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് റൈറ്റ് അലൈനാണ്. റൈറ്റ് സൈഡ് ഒരുപോലെയായിട്ട് വരും. റൈറ്റ് സൈഡ് ഒരുപോലെയായിട്ട് വരും. ഇനി ജസ്റ്റിഫൈ ആണെങ്കിൽ 2 സൈഡും ഈക്വലായിട്ട് കാണാനായിട്ട് പറ്റും. 2 സൈഡും ഈക്വലായിട്ട് കാണാനായിട്ട് പറ്റും. ഇത് സാധാരണയായുള്ള ഡീഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അലൈനാണ്. ഇനി ലൈൻ സ്പേസിംഗ്. ലൈൻ സ്പേസിംഗ് ലൈനുകൾ തമ്മിലുള്ള അകലാണ്. നമുക്കൊരു പാരാഗ്രാഫിൽ നിർത്തിയിട്ട് ലൈൻ സ്പേസിംഗ് കൊടുക്കാം. ഓപ്ഷൻ 1.5 കൊടുത്താൽ 1.5. സാധാരണ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ 1.5 ആണ് കൊടുക്കുക. 2 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2 ലൈൻ സ്പേസ് വരും. സിംഗിൾ ആണെങ്കിൽ ലൈൻ സ്പേസ് ഉണ്ടായിരിക്കില്ല. ഷോപ്പിംഗ് ലിസ്റ്റ്. എക്സാമ്പിൾ ഷോപ്പിംഗ് ലിസ്റ്റ്.
നമുക്ക് ബുള്ളറ്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ബുള്ളറ്റ്സ് വേണ്ട പോർഷൻ സെലക്ട് ചെയ്തിട്ട് ബുള്ളറ്റ് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നോട്ട്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ബുള്ളറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ ബുള്ളറ്റ്സ് വരും. പിന്നെ എൻ്റർ അടിച്ചാൽ നെക്സ്റ്റ് ബുള്ളറ്റ് വന്നോളും. പല ടൈപ്പ് ബുള്ളറ്റ്സ് ഉണ്ട്. നമുക്ക് ഏത് ബുള്ളറ്റ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ബുള്ളറ്റ്സ് ഓഫ് ആക്കാനായിട്ട് ബുള്ളറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ബുള്ളറ്റ് ഓഫായി പോകും. ഇനി നമ്പറിംഗ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്പറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഡാറ്റ ടൈപ്പ് ചെയ്യാം. നമ്പറിംഗ് കൊടുത്ത് ഡാറ്റ ടൈപ്പ് ചെയ്യുക. നമ്പറിംഗ് നെക്സ്റ്റ് നമ്പർ ഓട്ടോമാറ്റിക് വന്നോളും. ബുള്ളറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നീറ്റായിട്ട് വയ്ക്കാനായിട്ട് കഴിയും. ഉപയോഗം: അസൈൻമെൻറ്റ് നീറ്റായി എഴുതാൻ, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഓഫീസ് ഡോക്യുമെൻറ്റ്സ് പ്രൊഫഷണൽ ആക്കാനെല്ലാം പാരഗ്രാഫ് സെക്ഷൻ യൂസ് ചെയ്യാം. ഇനി സ്റ്റൈൽ സെക്ഷൻ. റെഡിമെയ്ഡായിട്ട് ഹെഡിങ് സ്റ്റൈൽ കൊടുക്കാനാണ് സ്റ്റൈൽ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വേണ്ട ഹെഡിങ് 1 ആണ് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ, ഇപ്പോൾ ചാപ്റ്റർ 1 ഹെഡിങ് 1 അപ്ലൈ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഹെഡിങ് 1 ക്ലിക്ക് ചെയ്യുക. ഇനി ചാപ്റ്റർ 2 ഹെഡിങ് 2 ചാപ്റ്റർ 2 ഹെഡിങ് 2 സ്റ്റൈൽ വേണമെങ്കിൽ ഹെഡിങ് 2 സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഉപയോഗം: പ്രൊജക്ട്സ് വർക്ക് തയ്യാറാക്കുമ്പോൾ, റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, PDF ഡോക്യുമെൻറ്റ്സിന് പ്രൊഫഷണൽ ലുക്ക് ലഭിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് എഡിറ്റിംഗ് സെക്ഷനാണ്. എഡിറ്റിംഗ് സെക്ഷൻ വരുന്നത് ഏറ്റവും റൈറ്റ് സൈഡിലാണ്. ഹോം ടൂൾ ബാറിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലാണ് എഡിറ്റിംഗ് സെക്ഷൻ വരുന്നത്. അതിൽ 3 ഓപ്ഷനാണുള്ളത്: ഫൈൻഡ്, റീപ്ലേസ് ആൻഡ് സെലക്ട്. എക്സാമ്പിൾ: ഡോക്യുമെൻറ്റ്സിൽ ജോബ് എന്ന വേർഡ് എല്ലാം കരിയറാക്കി മാറ്റണം. റീപ്ലേസ് ഉപയോഗിച്ച് ഒരേ സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ജോബ് എന്ന വേർഡ് സെലക്ട് ചെയ്യുക, റീപ്ലേസ് കൊടുക്കുക. റീപ്ലേസ് വേണ്ടത് കരിയർ എന്നാണ്. കരിയർ എന്ന് ടൈപ്പ് ചെയ്യുക. റീപ്ലേസ് വിത്ത് എന്ന ബോക്സിൽ കരിയർ ടൈപ്പ് ചെയ്യുക. റീപ്ലേസ് ഓർ റീപ്ലേസ് ഓൾ കൊടുക്കുക. നോക്കുക, ജോബ് എന്ന വേർഡ് കരിയർ എന്നായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം: വലിയ ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ. ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട വേർഡ് ഫൈൻഡ് ബോക്സിൽ നമുക്ക് ഇപ്പോൾ കരിയർ എന്ന വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ എഡിറ്റ് എന്ന വേർഡാണ് ചെയ്യേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക. ആ വേർഡിലേക്ക് കഴ്സർ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. സി എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ സി എല്ലാം ഫൈൻഡ് ചെയ്ത് കാണുന്നുണ്ടാവും. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് യൂസ് ചെയ്യുന്നത് വലിയ ഡോക്യുമെൻറ്റ്സ് എഡിറ്റ് ചെയ്യാൻ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനൊക്കെയാണ്. ഇനി സെലക്ട് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ കൊടുത്താൽ കംപ്ലീറ്റ് സെലക്ഷൻ ആവും. സെലക്ട് ഒബ്ജക്റ്റ് കൊടുത്താൽ ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഷേപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സെലക്ട് ആവും. സെലക്ട് ഓൾ ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ ഫോർമാറ്റുള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ആയി വരും. വെറുതെ പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ ആ സെലക്ഷൻ ഓഫ് ആവുന്നതാണ്. ഹോം ടാബിൻ്റെ റിയൽ ലൈഫ് യൂസ്. MS വേർഡ് ഹോം ടാബ് ഉപയോഗിച്ച് റെസ്യൂമെ തയ്യാറാക്കാം, സ്കൂൾ കോളേജ് അസൈൻമെൻറ്റ് എഴുതാം, ഓഫീസ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, പ്രൊജക്റ്റ് വർക്ക് തയ്യാറാക്കാം. കൺക്ലൂഷൻ: ഇങ്ങനെ ഹോം ടൂൾ ബാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് MS വേർഡ് ഈസിലി ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. പ്രാക്ടീസ് ചെയ്താൽ നല്ല എക്സ്പെർട്ട് ആകാം. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.